ചൂണ്ടുപലകകൾ സ്ഥലങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇതാ പച്ചപ്പിൻ്റെ ഒരു മാസ്മരികത മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് കുളിരിടുന്നു. വല്ലാത്തൊരു ആംബിയൻസ്, ഒരു പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെ. ഇവിടെ സെമിനാർ കോംപ്ലക്സ്, ഇപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. പരിപാടികൾ ഉണ്ടെങ്കിൽ നമുക്കും കാണാം, കേൾക്കാം, പഠിക്കാം. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ച് മഴക്കാലമാണല്ലോ, മഴയില്ലെങ്കിലും. മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ കഴിയുന്നുണ്ട് കേട്ടോ. നോക്കൂ, ഒരു 3Dയുടെ ലുക്കില്ലേ? മനോഹരമായ കാഴ്ചകൾ തന്നെ. വീണ്ടും വീണ്ടും പറയുകയാണ്. നോക്കൂ, സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക്. ഇന്നലെ പെയ്ത മഴ കൊണ്ടായിരിക്കാം സ്റ്റെപ്പുകൾ വഴുവഴുപ്പുണ്ട്. ഓ നോക്കൂ, ഫേൺ പന്നൽ ചെടികളാണിവ കൂടുതലും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്ന് പോലും കൊണ്ടുവന്ന ചെടികളാണ് ഇവിടെ സംരക്ഷിച്ച് പോരുന്നത്. സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളുടെ ഒരു പഠനശാല, ഒരു സർവകലാശാല തന്നെയാണിത്. നോക്കൂ, എന്ത് ഭംഗിയാണ്! ഒരു പൂക്കുട പോലെ ഉണ്ട്. മനോഹരം, അതിമനോഹരം. ഇതാ ശ്രദ്ധിച്ചു നോക്കിയേ, കാതോർത്ത് ചീവീടുകളുടെ ശബ്ദവിന്യാസം കേൾക്കുന്നില്ലേ? ഒപ്പം അണ്ണാറക്കണ്ണനും ഉണ്ട് കൂട്ടിന്. പോയി നോക്കാം മുകളിലേക്ക്. സ്റ്റെപ്പുകളെല്ലാം വഴുവഴുപ്പുള്ളവയാണ്. ശ്രദ്ധിച്ച് തന്നെ പിടിച്ച് മുന്നോട്ട് പോകണം. ചീവീടുകളിലെ ശബ്ദം അതിമനോഹരം എന്ന് പറഞ്ഞുകൂടാ, എന്നാലും നമുക്കത് അനുഭവിച്ചറിയേണ്ടതാണ്. ഓരോ ജീവികളുടെയും ശബ്ദവിന്യാസങ്ങൾ. അണ്ണാറക്കണ്ണൻ്റെയും കാക്കകളുടെയും മറ്റു പക്ഷികളുടെയും ഒക്കെ ശബ്ദം നമുക്ക് കേൾക്കാം. ഒരു ഇരുമ്പ് പാലം, അവിടെ നിന്നുള്ള കാഴ്ചകളോ അതിമനോഹരം. കോവണി പിടിച്ച് തന്നെ മുന്നോട്ട് പോകാം. വഴുക്കുന്നതിന് നോക്കിയേ, താഴെ ക്ലോറിൻ പൗഡറൊക്കെ പാകിയിട്ടുണ്ട്. ഈ കാഴ്ചകൾ കണ്ടോളൂ കേട്ടോ. രക്തചന്ദനം മരം മെലിഞ്ഞ് നീണ്ടതാണ്, വണ്ണം കുറവാണ്. മറ്റു മരങ്ങളുടെ ഇടയിൽ ആയതുകൊണ്ടാകാം അത്ര വളർച്ച പോരാ.
അപൂർവ ഇനം സസ്യങ്ങളും മരങ്ങളും പന്നൽ ചെടികളുമായിട്ട് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സമ്പന്നമാണ്. നോക്കൂ, മരത്തിൽ പെരുമ്പാമ്പിനെ പോലെ വള്ളികൾ ചുറ്റി പിണഞ്ഞ് വരിഞ്ഞ് മുറുക്കി കിടക്കുന്നു.